സംഗതി എടുത്തല്ലേ, സന്തോഷായ. എടാ, DRP പോസ്റ്റിങ്ങിന് കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഇതാണ്. ഇതാണ്. രാവിലെ വന്ന് അത്യാവശ്യം പണിയെടുത്ത് ബീച്ചിലെ കാറ്റും കൊണ്ട് ഉച്ചയാക്കിയ സൗത്ത് ബീച്ചിൽ പോയി ഒരു ബിരിയാണി കഴിച്ച് ജോലിയാക്കാം. നിനക്കറിയോ, ജീവിതത്തിൽ നമ്മളുടെ ഒരു സുവർണ കാലമാണ് ഇവിടുത്തെ DRP എന്നാണ് നമ്മുടെ മുൻഗാമികൾ പറയുന്നത്. വിനോദേ, നിന്റെ പഴയ ലൈൻ KMCക്ക് PDRSPG ആണെന്ന് കേട്ടല്ലോ. അതെ, അവൾ തന്നെ. അവളും DRP കൊടുത്തത് ബീച്ചിൽ തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. മിക്കവാറും നിന്നെ കാണാനായിരിക്കും. അതൊക്കെ കഴിഞ്ഞു പോയതല്ലോ. അവളിപ്പോൾ എന്നെ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ കൊണ്ടുപിടിച്ച പ്രണയമായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി? പ്രണയം നമ്മുടെ കൈക്കുമ്പിളിരിക്കുന്ന ഒരു ചിത്രശലഭം പോലെയാണ്. ഒന്ന് ജനിച്ചാൽ അതില്ലാതാവും, തുറന്നു വിട്ടാലോ അത് പറന്നു പോകും. എന്നാലും ശരിക്കും എന്താണ് സംഭവിച്ചത്? അറിയില്ലല്ലോ. കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒന്നും രണ്ടും പറഞ്ഞ് അടി തുടങ്ങിയതാണ്. പിന്നെ പിന്നെ അവൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവാതെ ഞാൻ പറയുന്നത് അവൾക്ക്. അല്ല ചെന്നൈമാരെ, നിങ്ങൾ ഇവിടെ നിൽക്കുക. രാവിലെ 8 മണിക്ക് എത്താന്ന നമ്മളെ സുരേഷ് സാറ് പറഞ്ഞിരിക്കുന്നത്. അതാരാ ഈ സുനിരാജ്? അറിയില്ല, നിങ്ങൾക്ക് അറിയില്ല? ഷോർട്സിലും റീലൊക്കെ വൈറലാണോ? എടാ, അത് നോക്ക്, അതാരാ വരുന്നത്? പ്രണയസല്ലാവോ, ഇവിടെ ഞങ്ങൾ കുറച്ച് ആളുകളും കൂടി ഒക്കെ ഉണ്ട്. നമുക്ക് പോയി സുരാജിലൊക്കെ കാണാം. ഗുഡ് മോർണിംഗ് സാർ. നീ ആരാ? സർ, ഞങ്ങൾ പുതുതായി വന്ന DRP സ്റ്റുഡൻസ് ആണ്. നിനക്ക് റീൽസ് എടുക്കാൻ അറിയാമോ? അറിയില്ല സർ. എന്നാ നീ അവിടെ മാറിയത്? എനിക്കറിയാം സാർ. എന്താ നിന്റെ പേര്? ബിജിലി. എന്നാ നീ ഇങ്ങോട്ട് നീങ്ങി, എന്നിട്ട് ഇതൊന്ന് ഷൂട്ട് ചെയ്യും. ഒരു വൈറൽ അടിച്ചിട്ട് 2 ആഴ്ചയായി. നമുക്കൊരു ട്രിപ്പ് പോയാലോ? വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പോഴേ പോണോ? സാറ് നല്ല വൈബാണെന്ന് അറിഞ്ഞത്, ഒന്ന് മുട്ടി നോക്കിയാലോ? നീ അല്ലേ ക്യാമറമാൻ, ചെന്ന് മുട്ട്. സാർ, സാർ, എന്റെ അമ്മോ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്താണോ? കുറച്ച് ദിവസങ്ങൾ ഒഴിവുണ്ടല്ലോ, നമുക്കൊരു ടൂറ് പോയാലോ? സാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും. നാളെയും മറ്റന്നാളും ഞാൻ ഭയങ്കര തിരക്കായിരിക്കും. ഫോറൻസിക് മെഡിസിൻ ഒപ്പിയിൽ ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളാണല്ലോ ഞായറും തിങ്കളും. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ. ബൈ ദ ബൈ, എവിടെ പോകാനാണ് നിങ്ങൾ പ്ലാൻ? എവിടെയാണെങ്കിലും ഞാൻ റെഡി. എടാ, നീ ഫസ്റ്റ് ഇയർ MBBS ഫ്രഷേഴ്സ് ഡേ കളിച്ചൊരു ഡാൻസില്ലേ, അതിലെ സ്റ്റെപ്പ് ഒന്ന് പഠിപ്പിച്ചതാടാ. എന്തിന്? ഇനി നടക്കപ്പോഴത് യുദ്ധം. എന്ത്? അവിടെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടാണടാ. Yeah.
കാട്ടിൽ നിറയെ മരങ്ങളാണല്ലോ. അതാരാ പെട്ടെന്ന് ആ മരത്തിന് പുറകില്? എവിടെ നോക്കട്ടെ. അത് നമ്മളെ കോഴിക്കോടിന്റെ അഭിമാനമായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. മോനെ, മൂപ്പൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിന് എൻ്റെ കല്യാണ ഫോട്ടോ പോലും ഇത്ര വരില്ലെന്നാ എൻ്റെ ഭാര്യ പറയുന്നു. അതുകൊണ്ടല്ലേ സാറേ ആ സാറ് മികച്ച വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്ന് പറയുന്നത്. നീ എനിക്ക് ടൂതല്ലേ? ആ നോക്കി നോക്ക്. നീ ആ ഷാൾ ഒന്നിട്ട് കൊടുക്ക്, അവൻ ഒന്ന് കേറിപ്പോരട്ടെ. അവിടെ കിടക്കട്ടെ. പണ്ട് അനാറ്റമി പരീക്ഷയ്ക്ക് ഞാൻ കാണാതിരിക്കാൻ പേപ്പർ പൊത്തി വെച്ച് പരീക്ഷ എഴുതിയാണ്. മനിതർ ഉണർന്നു കൊള്ളുക, ഇത് മനിതർ കാണലല്ല, അதையும் தாண்டி புனிதமானது. ഏതോ ചാണകക്കുഴിയിലാണ് വീണതെന്ന് തോന്നുന്നു. എന്തൊരു നാറ്റം! നമുക്ക് വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. അതാരാ വരുന്നത്? ഏതോ പിച്ചക്കാരനാണെന്ന് തോന്നുന്നു. നിങ്ങൾ ആരാ? മരുഭൂമിയിൽ നിന്ന് പലായനം ചെയ്ത് നടന്ന് നടന്ന് കാലിലെ ചെരുപ്പും തേഞ്ഞ് കാലും തേഞ്ഞ് ഒടുക്കം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ മയ്യത്തുമായി. ഒരു കുപ്പി വെള്ളവും എടുത്ത് ഒരൊട്ടകപ്പുറത്ത് കയറിയാ പോരായിരുന്നോ? അതിന് ബെന്യാമിൻ സമ്മതിച്ചില്ല. ആരാ നിങ്ങൾ? മനസ്സിലായല്ലോ അല്ലേ? മാം കുടവർ പോറ്റി അല്ല, കുടമൺ പോറ്റി. മഹാമാന്ത്രികനാ. ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുണ്ട്. എന്തിന് ഈ കോഴിയെ ചുട്ടാ പിന്നെ ഇച്ചിരി ഉപ്പും മുളകും കൂട്ടി തിന്നാ പോരെ? അത്ഭുത ശക്തിയുള്ള ആളാണ്. ശപിച്ച് ഭസ്മമാക്കി കളയും. പോറ്റി, നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയോ എന്നൊരു സംശയം. സംശയം? ഒരു സംശയം വേണ്ട. വഴി തെറ്റിയിരിക്കണു. കുട്ടി തമ്മിക്കടാണല്ലേ? എങ്ങനെ മനസ്സിലായി? കണ്ണ് കണ്ടാലറിയാം. ഞങ്ങൾ എവിടെയാ എത്തിപ്പെട്ടത്? ഒന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾ കലിയുഗത്തിൽ നിന്ന് പുറപ്പെട്ടു ഇപ്പോൾ എത്തിയിരിക്കുന്ന ദശാസന്ധി ബ്രഹ്മയുഗത്തിൻ്റെതാണ്. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഇവിടെ ഒരുവൻ പിറന്ന നാടിന് ഒറ്റ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സഹോദരന്റെ മാറുകളക്കും. സ്ത്രീകളുടെ മാനത്തിന് വിലയില്ലാതാവും. കൺമുമ്പിൽ കാണുന്നതൊന്നും വിശ്വസിക്കാനേ പറ്റാതാവും. ഒരൊറ്റ നിമിഷം കൊണ്ട് മരണം കടന്നൽ കൂടുപോലെ നിങ്ങളെ ആക്രമിക്കും. ഇതൊരു യന്ത്രമാണ്. ഈ യന്ത്രം പറയുന്ന ദിക്ക് നോക്കി നടന്നാൽ മതി. നേരത്തോട് നേരം നിങ്ങൾ കാട് കടക്കും. അതുവരെ നിങ്ങൾ DA എന്നൊരു വാക്ക് മാത്രം ഇടരുത്. കാട് കടന്നാൽ
നിങ്ങളെ കാണാൻ രഞ്ജിത്ത് ഗംഗാധരന്റെ ആൾക്കാർ വരും. അവരെ ഇത് ഏൽപ്പിച്ച് മിണ്ടാതെ തൊട്ടുരിയാടാതെ മുന്നോട്ട് പോകുക. ശരി സ്വാമി. ഞാൻ ഇൻസ്പെക്ടർ ബൽറാം. ഇതെങ്ങോട്ടാണ് എല്ലാവരും കൂടെ? സർ, ഞങ്ങൾ ബംഗളൂരിലേക്ക് വന്നതാണ്. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാന്ന് അറിയില്ലേ? മാറി നിൽക്ക്. സർ, ബാംഗ്ലൂരിലേക്കാണ്. എന്താണ് പെണ്ണി? അതൊരു വടക്ക് നോക്കി യന്ത്രമാണ് സാറേ. തുറക്ക്. വടക്ക് നോക്കിയ യന്ത്രത്തിലാണോ അരിപ്പടി? കോൺസ്റ്റബിൾ ചെക്ക് ചെയ്യൂ. ഇത് മറ്റവനാണ് സർ. ഇടുക്കി ഗോൾഡിൽ കൊക്കൈൻ മിക്സ് ചെയ്ത ദ മോസ്റ്റ് ട്രെഡഡ് നാർക്കോട്ടിക്. Bloody fools, you are under arrest. ബൽറാമിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. സാറേ ക്ഷമിക്കണം, ഞങ്ങളെ കുടമൺ പോറ്റി ചതിച്ചതാ. ഇവിടെ എത്തുമ്പോ ഒരാൾ വന്ന് വാങ്ങുമെന്നാ പറഞ്ഞത്. എന്താ അയാളുടെ പേര്? രഞ്ജിത്ത് ഗംഗാധരൻ. വിളക്കിലെടുക്കാതെ മാറി നിൽക്ക് പെണ്ണുങ്ങൾ. അണ്ണന് കൊടുക്കാൻ ഒരു സാധനം തന്നുവിട്ടത് നിങ്ങളുടെ കയ്യിലാണ്. ഓഹോ, നീയാണോ അടുത്ത പെണ്ണി? ഈ ബൽറാമിന്റെ വല പൊട്ടിക്കാൻ ഒരുത്തനും വളർന്നിട്ടില്ല. ഇത് ആരുടേതെന്ന് അറിയാമോ സാറന്? ഏതോ ഒരുത്തൻ ഇന്ത്യയൊക്കെ പുറകിലുണ്ടാവുമെന്ന് എനിക്കറിയാം. വിളിയടാണ് അണ്ണാ. എന്താണ് പ്രശ്നം? ഇതെന്താണ് മലബാർ ഗോൾഡിന്റെ പരസ്യമോ? ഒറിജിനലാ. നാനും ഈ ഗോൾഡും. ഒരു രഞ്ജിത്ത് ഗംഗാധരനെ കൊടുക്കാൻ വഴിയിൽ വെച്ച് ഒരാൾ തന്നാണ് ഈ പാത്രം. ഇതിലെന്തോ നാർക്കോട്ടിക് ആണെന്നാണ് സാറ് പറയുന്നത്. രഞ്ജിത്ത് ഗംഗാധരൻ. സാറ് മലയാളി ആയിരുന്നല്ലേ? നീ എന്ത് വിചാരിച്ച്? കന്നഡികന്നാ മലയാളിടാ. ഇത് കഞ്ചാവ് പിണ്ണാക്കൊന്നുമല്ല. പിണങ്ങി പോയ എന്താ അമ്മ എനിക്ക് കൊടുത്തയച്ച ആലോസുകൂടി. അല്ലെങ്കിൽ വെട്ട് കുത്ത് കൊള്ളാ കൊള്ള ഇങ്ങനത്തെ അന്തസ്സുള്ള പണികളെ റെക്കൺ ചെയ്യാവൂ. എന്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട്, Narcotics is a dirty business. അതുകൊണ്ട് സാർ ഒന്ന് വിട്ട് പിടി. എടാ മോനെ, ഇന്ന് നമ്മുടെ ഫാമിലി വീട്ടാണ്. അമ്മനെ പാട്ടിന്